എല്ലാവർക്കും അല്ലൂസ് നാച്ചുറൽ ലൈഫിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമാവാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: സേമിയ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നത്, ഒരു മുക്ക ക്യാരറ്റ് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന 2 പച്ചമുളക്, ഒരു ചെറിയ സവാള, സ്പ്രിംഗ് ഒണിയൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് 4 തണ്ട് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്, ഒരു ചെറിയ ക്യാപ്സിക്കം, അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് പയറാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും, നെയ്യ് ആവശ്യത്തിന്, കടുക്, മാഗിയുടെ പൗഡർ. അടുപ്പത്ത് ഞാൻ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വറവസല്ലി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം കൂടി നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെർമസല്ലി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ പാത്രത്തിൽ തന്നെ ഞാൻ അല്പം നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് പച്ചക്കറികളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പച്ചക്കറികളെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇതിനകത്ത് ആവശ്യമെങ്കിൽ വേവിച്ച ഗ്രീൻ പീസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലേക്ക് അല്പം മാഗിയുടെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ, പച്ചക്കറി വെന്ത് കഴിയുമ്പോൾ നമുക്ക് വെർമസല്ലി ഇട്ട് കൊടുക്കാം. വറുത്ത വെർമസല്ലി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ എല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മഗ് നിറയെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നെയ്യ് ഉപയോഗിച്ചത്. വലിയവർക്കാണെങ്കിൽ ഇത്രയും നെയ്യ് എടുക്കണ്ട, ഇതിൻ്റെ പകുതി ഉപയോഗിച്ചാൽ മാത്രം മതി. അടപ്പ് വെച്ച് അടച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. സേമിയ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.